ഈ വരവ് ഞാൻ പ്രതീക്ഷിച്ചതാ. എന്നാ തുടങ്ങിക്കോ. എനിക്ക് എന്റെ ഒരു പേഴ്സണൽ സന്തോഷം നിങ്ങളോടൊക്കെ പറയാനുണ്ട്. ആ പേഴ്സണൽ സന്തോഷം ഗർഭിണിയാണെന്നാണ്. സത്യം നിജമാവാ? എന്നാൽ ഇതൊന്ന് ആഘോഷിക്കണം. ഒരു ഡിറ്റക്റ്റീവിന്റെ ആയുധം ബുദ്ധിയാണ്. എന്നിട്ട് നീ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു കരുണ? ഇന്റർവ്യൂ ആണ്. പഠിപ്പിക്കാനുള്ള എല്ലാ ഇതിനും ഉണ്ടാകും. ചെറുക്കനെ പഠിപ്പിക്കണോ പെൺകുട്ടിയാണോ തീരുമാനിച്ചു? അത്ര വലിയ ഡിറ്റക്റ്റീവാ. ഞങ്ങൾ ഈ ഗ്രൂപ്പിൽ പെട്ടതല്ല സാർ. ഏതായാലും വന്നതല്ലേ, അതിരിക്കട്ടെ. ഒരു കോംപ്ലിമെന്റ്. കറക്റ്റ് ആയിട്ട് ഞാൻ കണ്ടുപിടിച്ചു ഗർഭിണിയാണ്. അതെങ്ങനെ കണ്ടുപിടിച്ചു? അത് പറ്റിയ ഒരു കഴിവാ. കന്നിമാസം വന്നോന്നറിയാൻ പട്ടിക്ക് കലണ്ടർ നോക്കേണ്ട ആവശ്യമില്ല. വളരെ ഗർഭിണിയാക്കിയിട്ടുണ്ട്. ഇതാണ് മുന്നോട്ടുള്ള. എന്തായാലും നിങ്ങൾ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ പരിപാടി നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. ഗർഭമല്ല. ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെട്ടി തുറന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കാൻ പാടുണ്ടോ? നസീർക്ക് ഇപ്പൊ ഈ ഡ്രസ് ഇല്ലേ, രാവിലെ വാങ്ങിച്ചോണ്ട് വന്ന കട തുറന്ന് തുത്തി തുറന്നു. ഓർമ്മയുണ്ട്, നല്ല ഓർമ്മയുണ്ട്. എന്നിട്ട് പറയാ ഞങ്ങളടുത്ത് 6 കൊല്ലം ഇതിന് 6 കൊല്ലം പഴക്കമുണ്ട്. കളിയാക്കല്ലേട്ടാ, കാരണന്മാരെ കളിയാക്കല്ലേ. ഈ ഫാഷൻ തന്നെ വന്നിട്ട് ഇന്ന് ഇപ്പൊ രാവിലെ ലോഞ്ച് ചെയ്യും. കുറച്ചുകൂടി പോയി നമുക്ക് സംസാരിച്ചുറപ്പിക്കാം. ഈ ഷൂസ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ക്യാമറ. അത് ശരി, നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം അറിയാമായിരുന്നു. അങ്ങനെ ഒരു ഷൂസ് ഈ കമ്പനി വേറെ ഇറക്കിയിട്ടുണ്ട്. കാരണം അവർക്കറിയാം ഇത് വേറൊരാൾ വന്നില്ല. കാണിച്ചു തരാടാ. ഞാനിങ്ങനെ മനസ്സിൽ കാണായിരുന്നു ഞാനൊരു സൂപ്പർ ഹീറോ പോലെയൊക്കെ ആയിട്ട്. അപ്പൊ നിനക്ക് എന്റെ ശവടം കാണാനല്ല സൂപ്പർ ഹീറോ പോയിട്ട് തേണി തൂങ്ങി മറ്റവിടെ പോയി പണിയെടുത്ത് നമ്മുടെ നടുവൊടിഞ്ഞ അതാരും ഞാൻ ചെയ്യുന്നു. ഭാരിച്ച പണിയെടുത്ത ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്ന ഡോക്ടറാ പറഞ്ഞത്. ഹീറോ സൂപ്പർമാൻ വരുന്നു, സ്പൈഡർമാൻ വരുന്നു, ബാറ്റ്മാൻ വരുന്നു. ഇവർക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആ കോസ്റ്റ്യൂമിന്റെ ഒരു വെറൈറ്റി ഉണ്ട്. ഈ ജെട്ടി മേലെ ഇതിന്റെ മുകളിൽ ഇടാം, മുണ്ടിന്റെ മേലെ ഇടുന്നതായിരിക്കും ഞാൻ. ആദ്യമായിട്ടൊന്നുമല്ല, ഞാൻ എന്നീ പണി തുടങ്ങി അന്ന് മുതൽ എത്തിയിട്ട് പോകാൻ അനുവദിച്ചിട്ടില്ല, ഇനി അനുവദിക്കുകയില്ല. ഇത് മൊത്തം ഒരു ജെട്ടി ഇന്റർവ്യൂ ആയി പോയല്ലോ. മറ്റുള്ളവർ കൂടി ജെട്ടി ശാപം വാങ്ങിച്ചു വെക്കാനായിട്ട് ഇറങ്ങിക്കോളും. ഹെവി ജോലി ഉണ്ടായിരുന്നു, രാത്രികൾ പകലുകൾ. സാധാരണ കാരണം ഈ കില്ലർ ഈ തെണ്ടി രാത്രിയിൽ ഇറങ്ങുള്ളൂ. രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാതിരുന്നുണ്ടാക്കിയത്. നമ്മള് ചെയ്തു വന്ന സിനിമകളിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒരു 2.0. അതെ. ഓക്കെ, അതിൽ 2.0 അത് ഓക്കെ. ഇനി വീണ്ടും 1.0 അതിൽ 0.0. അല്ല ഞാൻ ചോദിക്കാറ് ഇനി 1.0 വരുമോ? ജയിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടും കൽപ്പിച്ചുള്ള ഒരു കളി കളിച്ചത്. ഞാൻ ഒരു എക്സ്പ്രഷൻ സ്ഥിരമായിട്ട് ഇടാറ്. അതെന്നറിയാമോ, കഥ അറിയില്ല, പിന്നെ മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അബദ്ധമെടുത്തൊരു മനസ്സാണ് അയാൾ. നമുക്ക് ജയിക്കാനാവില്ല. നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം.